കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ആകാശത്ത് പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന തീക്ഷ്ണ പ്രകാശത്തിന്റെ ഉത്ഭവം ഇനിയും കണ്ടെത്താനായിട്ടില്ല. ദൃക്സാക്ഷികൾ അഭിപ്രായപ്പെടുന്നത് പല സ്ഥലങ്ങളിലും പല നേരത്തും വിവിധ നിറത്തിലുള്ള തീക്ഷ്ണമായ പ്രകാശം കാണുന്നുവെന്നാണ്. ചില സ്ഥലങ്ങളിൽ ഇത് ചലിക്കുന്നുമുണ്ട്. ഹലോ. എവിടെ? എപ്പോ? ശരി, ഞാൻ വരുന്നു. ഓക്കെ. സംഭവം കണ്ട ആരെങ്കിലും ഉണ്ടോ? ഇല്ല, പക്ഷേ ഇന്നലെ അർദ്ധരാത്രിയിൽ വീട്ടുകാർ എന്തൊക്കെയോ സൗണ്ട് കേട്ട് ഭയന്നിരിക്കുക. നിനക്കെന്ത് തോന്നുന്നു? മൂർച്ചുള്ളൊരു ആയുധം കൊണ്ട് അല്പം പോലും രക്തം പുറത്തു പോകാതെ സർജറി ചെയ്ത പാടുകൾ നിന്നു. Oh my God. വായയുടെ ഭാഗത്തുള്ള മാംസം മൊത്തം മുറിച്ചു മാറ്റിയിരിക്കുക. ഒപ്പം ഇന്റേണൽ ഓർഗൻസ്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതുപോലൊരു സംഭവം 1967 കൊളറാഡോയിൽ റിപ്പോർട്ട് ചെയ്തു. 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുതിരയുടെ തൊലി അതിവിദഗ്ധമായിട്ട് ഉരിച്ചെടുത്തു. ഒന്നും കണ്ടെത്താനായില്ല. പിന്നീട് ഇത് US സംഭവിച്ചു, യൂറോപ്യൻ രാജ്യങ്ങളിലും പിന്നെ ഇന്തോനേഷ്യയിലും. ഇതാ ഇപ്പോ ഇവിടെയും. അതെ, എനിക്ക് കൂടുതൽ തെളിവ് വേണം. ഐ മീൻ മോർ ഇൻഫർമേഷൻ. ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? സംഭവം പോലീസിൽ അറിയിച്ചോ? ഇതിവിടെ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ചാനൽസിലൊക്കെ വലിയ വാർത്തയായി കഴിഞ്ഞു. ഇനി നമ്മളിത് പ്രത്യേകിച്ച് പോലീസിനെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിലും എന്ത് പോലീസ്, എന്ത് ചാനൽസ്, ഗവൺമെൻറ് ഇത് വളരെ ഈസിയായി കവറപ്പ് ചെയ്യും. പക്ഷെ എനിക്കിത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ കാരണം ജനങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഞാനും പറയുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണം. നീ ഇവിടെ നിൽക്കുക. That doesn't sound much like a mouse to me. You know, that sounds like a cat. You sure? Well, not 100%. Oh, yeah, definitely a cat. That brings അവരോട് പോയി. സംസ്ഥാനത്താകെ നാൽക്കാലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. ഈ അജ്ഞാത കാരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക ഏജൻസിയെ നിയോഗിച്ചു. ഇത്തരം പ്രതിഭാസങ്ങളിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു. നാൽക്കാലികൾ നഷ്ടപ്പെട്ട കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം സർക്കാർ നൽകുന്നതായിരിക്കും. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ തൊട്ടടുത്തുള്ള സർക്കാർ ഓഫീസുമായി ബന്ധപ്പെടാൻ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നു. ദുരന്ത സ്ഥലങ്ങൾ കൃഷിമന്ത്രി നേരിട്ട് സന്ദർശിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നതാണ്. ദുരന്ത സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രത്യേക പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. നാൽക്കാലികൾ കൂട്ടത്തോടെ ചത്തുവീണ കഴിഞ്ഞ രാത്രിയിൽ താങ്കൾ എന്ത് ശബ്ദമാണ് കേട്ടത്? നല്ല ഇരുട്ടായിരുന്നു. എന്തോ ഒന്ന് ഒരു 6-7 അടി പൊക്കമെങ്കിലും കാണും. എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഞങ്ങളുടെ ആ പ്രദേശത്ത് മാത്രമല്ല, വേറെ അവിടെ ആ പ്രദേശത്തെല്ലാം ഇതേപോലെ ആൾക്കാർ കേട്ടു. പക്ഷെ ആർക്കും ഒന്നും വ്യക്തമായില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പറയാം. ആയിരത്തി 1967 ആദ്യമായി കേറ്റൽ മ്യൂട്ടിലേഷൻ റിപ്പോർട്ട് ചെയ്തത്. What is it? ഇറ്റ്സ് എ സ്ട്രേഞ്ച് ഫിനോമിന. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങൾ. മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒരു മുറിവ് പോലും ഉണ്ടാക്കാതെ ഇന്റേണൽ ഓർഗൻസ് കാണാതാവുക, അതും രക്തം മുഴുവൻ വലിച്ചെടുത്ത്. ദി ഇന്റേണൽ ഓർഗൻസ് ആർ ലോസ്റ്റ് and there is no obvious point of entry. You mean removed? Just like that? No. I mean, yes. സർജറി ചെയ്തതുപോലുള്ള പാടുകൾ, ബട്ട് വിത്ത് നോ ട്രേസ് ഓഫ് ബ്ലഡ്. അതും ഒരു എവിഡൻസ് പോലും ഇല്ലാതെ.
There's no marks or no tracks leading there. എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. I know, it's hard. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ്സ് ഹാർഡ് ടു ബിലീവ്. ഇത് ആൾക്കാർ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാ. ഇറ്റ്സ് എ ഹോക്സ് ഗൈസ്. No. It's possible. Believe me, it is. But I don't understand why they do it. I don't know. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സന്ദേശം, maybe for a message or an experiment. An experiment? Yeah, like hybridization or something else. ഏട്ടൻ എന്തായി പറയുന്നത്? ഹൈബ്രിഡൈസേഷനോ? ഈ 21-ാം നൂറ്റാണല്ലോ. Wait. ഞാൻ പറയാം. I'll explain. എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്? ചൊവ്വാഗ്രഹത്തുനിന്നും ശനിഗ്രഹത്തുനിന്നൊക്കെ അന്യഗ്രഹ ജീവികളിലൂടെ വരുന്നതോ? അല്ല, ഒരു പക്ഷേ നമ്മൾ അവിടെ പോണതാണോ? അല്ല, ഇനി ഒരു പക്ഷേ ലോകാവസാനം മറ്റോ ആണോ? എക്സ്പ്ലെയിൻ വാട്ട്? The truth. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ നാട്ടിൽ ഒരാളും വിശ്വസിച്ചു എന്ന് വരില്ല. മെക്സിക്കോ, മൊണ്ടാന, അലമോസ, കൊളറാഡോ. 1967 മുതൽ 15-ലധികം സംസ്ഥാനങ്ങൾ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജനങ്ങൾ പറയുന്നത് 130-ലധികം മ്യൂട്ടിലേഷൻ 1970 കാലഘട്ടത്തിൽ നടന്നുവെന്നാണ്. 2001 മുതൽ 200-ലധികം സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എ ഫാക്ട്. ഇറ്റ്സ് റിയൽ. ഇറ്റ്സ് ഹാപ്പൻഡ്. But what or who did that? I'm not sure. But some hypotheses suggest visitors from other planets. അതായത് അന്യഗ്രഹ ജീവികൾ. ചിലർ പറയുന്നത് ജനറ്റിക് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വന്നതാവും എന്നാണ്. എനിവേസ്, ദ പർപ്പസ് ഇസ് അൺനോൺ. പക്ഷേ ഇവരുടെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. എന്നു മുതൽ? സിൻസ് ഏൻഷ്യന്റ് ഈജിപ്റ്റ്. കണ്ടിട്ടില്ലേ മനുഷ്യന്റെ ഉടലും മൃഗത്തിന്റെ ശിരസ്സുമായിട്ടുള്ള ചിത്രങ്ങൾ? അവർ പറയുന്നത് ഈ രൂപങ്ങളെയും ദൈവമാണ് സൃഷ്ടിച്ചത് എന്നാണ്. എന്താ തമാശ പറയാ? അതൊക്കെ അവരുടെ വിശ്വാസവും ആചാരവും മാത്രം. ഒരു അടിസ്ഥാനവുമില്ല. നോ എവിഡൻസ്. എവിഡൻസോ? എത്ര വേണം? ഈജിപ്തിലെ പിരമിഡിൽ റിസർച്ചേഴ്സ് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലുകൾ ഒരേ അസ്ഥികൂടത്തിൽ നിന്നും കണ്ടെത്തി. അതായത് അന്നത്തെ രാജാക്കന്മാർ ഇത്തരത്തിലുള്ള ജീവികൾ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം ഉന്മൂലനം ചെയ്തു. They have buried these creatures so that they will never ever rise again. You mean like cloning? Might be. See, we are in the right stage of recreating animals and even human beings. But were they? So why the people doesn't know about this? Because truth doesn't sound good all the time, especially in a country like India with multiple culture, religion and language. It's hard to pin down. No one would accept that. No. That's not true, Neil. Because you have a lot of people in the world that believe that aliens have visited the Earth before. Check this. Maybe they are still here. But why? Why would you waste your time searching all these strange mysteries? You don't have to go anywhere. It's all around you. You just have to open your eyes and see the big picture. I think I know where to find my answers. Yes.